guys, welcome back to my channel. Oh God, you again? വീണ്ടും നിങ്ങളോ? ഞാന് ഡൽഹി പോയത് നിങ്ങൾക്ക് ഓർമ്മണ്ടാ? എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. എന്തിനായിരുന്നു? സാംസങ് ഗാലക്സി S24 അൾട്രയുടെ ലോഞ്ചിന് വേണ്ടിയിട്ട്. സോ അവിടുന്ന് ഞാൻ കൊണ്ടുവന്നതാണ് S24 അൾട്ര, സാംസങ് ഗാലക്സി S24 അൾട്ര. ഫോൺ ദേ കയ്യിലുണ്ട്, സാംസങ് ഗാലക്സി S24 അൾട്ര. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും അവന്റെ എന്താ പറയുക, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സ്റ്റൈലിഷ് ആണ്, ഭയങ്കര സ്ലീക്കി ആണ് ഈ ഫോൺ. ബട്ടർ സ്മൂത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തോന്നുന്നുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, എൻ്റെ കയ്യിലിരിക്കുന്നത് ടൈറ്റാനിയം ഗ്രേ ആണ്. അങ്ങനെയാണല്ലേ കളർ അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളറാണ്. സോ ഐ എം സോ ഹാപ്പി. ഇത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ടൈറ്റാനിയം, ബോഡി എന്ന് പറയുന്നത് ടൈറ്റാനിയം ആണ്. അതുകൊണ്ട് ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. എസ്പെഷ്യലി ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നും, നമുക്ക് ഹെവിനെസ് തോന്നത്തില്ല. അത് പ്രത്യേകിച്ച് ഗെയിമേഴ്സിന് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 12 GB റാമും 512 GB സ്റ്റോറേജും ഉള്ള ഫോണാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഫോണുകളിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംസങ് ഗാലക്സി S24 അൾട്ര എന്ന് പറയുന്നത് വേൾഡിലെ ഫസ്റ്റ് AI ഫോണാണ്. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, അതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഐ എം സോ ഹാപ്പി. അത് മാത്രമല്ല, AI എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഗെയിം പ്ലേ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും എന്താണ് നോക്കുന്നത്? ക്യാമറ അല്ലേ? ഓഫ് കോഴ്സ് പറയുന്നത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറയാണ്. അത് അറിയാം, അത് ബെസ്റ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ അതിനകത്ത് ഇപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പോലും ഇല്ല. അത് മാത്രമല്ല, ഇതിന്റെ പ്രൊസസ്സർ അപ്ഗ്രേഡഡ് ടു സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഈ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പ്രൊസസ്സറാണിത്. ഞാനൊരു കാര്യം പറയാം, ഈ ഡിവൈസിന് ദിസ് ഡിവൈസ് ഹാസ് എ പവർ ടു ചേഞ്ച് ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി ആൻഡ് ഗെയിം. Trust me guys, seriously. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ സാംസങ് ഗാലക്സി S23 അൾട്രയുടെ ഫീച്ചർ പറഞ്ഞപ്പോൾ റേ ട്രേസിംഗ് ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആ ഫോണിനകത്തായിരുന്നു. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി S24 അൾട്രയിൽ അവർ ആ ഫീച്ചേഴ്സ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് റേ ട്രേസിംഗ് ടെക്നോളജി ഉള്ള മൊബൈൽ ഗെയിംസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ വരുന്ന സമയത്ത് ഗാലക്സി യൂസേഴ്സ് ആയിരിക്കും അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ലക്കി പീപ്പിൾ എന്ന് പറയുന്നില്ലേ, നമ്മളായിരിക്കും. സോ ഗൈസ്, just wait for that. ഞാൻ പോകുന്നു. ബൈ ബൈ.